നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഗ്രഹങ്ങളുടെ മാറ്റം, അതിൽ ശനിയുടെ മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കണേ. ശനി 2025 മാർച്ച് മാസം 30 ആണ് ശനി അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കാൻ പോണേ. എന്തുകൊണ്ട് നേരത്തെ ശനിയുടെ മാറ്റം പറയുന്നു എന്ന് ചോദിച്ചാൽ 2.5 വർഷക്കാലമാണ് ശനി ഒരു രാശിയിൽ നിലനിൽക്കണേ. മറ്റ് ഗ്രഹങ്ങളെ പോലെയല്ല. മറ്റ് ഗ്രഹങ്ങൾ ഏറ്റവും കാലദൈർഘ്യം നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ശരിക്ക് ശനീശ്വരൻ. മറ്റ് ഗ്രഹങ്ങളാവട്ടെ, വ്യാഴമാവട്ടെ ശരിക്കും 1 വർഷക്കാലം നിൽക്കത്തുള്ളൂ. രാഹു അതുപോലെ 1 വർഷത്തോളം കാലയളവേ നിൽക്കത്തുള്ളൂ. മറ്റ് ഗ്രഹങ്ങളാവട്ടെ ചില മാസങ്ങൾ കൊണ്ട് മാറ്റം വരുന്ന ഗ്രഹങ്ങളാണ്. പക്ഷേ ശനി മാത്രമാണ് 2.5 വർഷക്കാലം എടുക്കും ഒരു രാശിയിൽ. ഇപ്പോൾ ശനിയുടെ മാറ്റം ശനി നെഗറ്റീവ് ഗ്രഹവും കൂടി ആയതുകൊണ്ട് ശനിയുടെ ഓരോ സ്ഥാനസ്ഥിതിയും ഓരോരുത്തരെയും ഓരോ രാശിക്കാരെയും സാരമായി ബാധിക്കും. ഇന്ന് നമ്മൾ ഓരോ രാശിക്കാരുടെ ശനിയുടെ മാറ്റം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. മിഥുന രാശിക്കാരുടെ ഫലത്തെക്കുറിച്ചാണ് നമ്മൾക്ക് നോക്കാൻ പോണേ. മിഥുന രാശിപ്പെടുന്ന നക്ഷത്രങ്ങൾ മകയിരൻ നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം, 2ാമത്തെ പകുതി, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ 3/4 ഭാഗവും ചേരുന്ന 2.25 നക്ഷത്രങ്ങളാണ് മിഥുന രാശി. അപ്പോൾ മിഥുന രാശിയിൽപ്പെടുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ആൾറെഡി കണ്ടകശനിയൊന്നുമില്ല. ഇപ്പോൾ കണ്ടകശനിയോ ഏഴര ശനിയോ ഒന്നും തന്നെ നിങ്ങൾക്കിപ്പോൾ ഇല്ല. അടുത്ത് ശനി കുംഭൻ രാശിയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുംഭൻ രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് മീനം രാശിയിലേക്ക് വരുമ്പോൾ ശനി 10ലേക്ക് വരികയാണ്. കൂറിൻ്റെ 10ാം ഭാവത്തിലേക്ക് ശനി സഞ്ചരിച്ചെത്തുകയാണ്. അതായത് നിങ്ങൾക്ക് കണ്ടകശനി വരികയാണ്. എന്തുകൊണ്ട് ഞാൻ നേരത്തെ നിങ്ങളെ അറിയിക്കുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ എൻ്റെ ചാനൽ കാണുന്ന 32,000-ഓളം പേരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നത് എൻ്റെ ദൗത്യമാണ്. എന്നെ വിശ്വസിക്കുന്നവരാണ് ആ ചാനലിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് കൂടെ, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടവരിൽ കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ വീഡിയോ നേരത്തെ തന്നെ ചെയ്യണേ. അപ്പോൾ കണ്ടകശനി വരികയാണ് മിഥുന രാശിക്കാർക്ക്. 2.5 വർഷക്കാലം കൊണ്ട് ശനി സഞ്ചരിച്ചെത്തുന്നത് 10ലാണ്. 10ൽ ശനി വരുമ്പോൾ കർമ്മ വിഘ്നത്തെ കൊടുക്കും. തൊഴിലിൽ മാന്ദ്യം, തൊഴിൽ മന്ദത. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക റിസൾട്ട് ലഭിക്കാതെ വരും. ഇപ്പോൾ തന്നെ 12ൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക്. അപ്പോൾ വ്യാഴം 12ൽ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴും അത്ര സ്മൂത്തായ സമയമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി മോശമാവും കണ്ടകശനിയുടെ വരവ്. ഞാൻ ഈ ശനി വരുന്നു എന്ന് പറഞ്ഞെങ്കിലും ചില ജാതകങ്ങളിൽ ശനി നല്ല സ്ഥാനത്ത് നിൽക്കും. ഉച്ചരാശിയിലോ സ്വക്ഷേത്രത്തിലോ അതുപോലെ ബന്ധുക്ഷേത്രങ്ങളിലോ ഒക്കെ നിൽക്കുന്ന ശനി ആ ഗ്രഹത്തിൻ്റെ ബലാബലം അനുസരിച്ച് അവരെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാറില്ല. കണ്ടകനെ വളരെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോയാൽ കണ്ടകൻ കണ്ടമാനം തരുമെന്നാണ്. അല്ലെങ്കിൽ എന്തു ചെയ്യും? കണ്ടകൻ കൊണ്ടേ പോവുള്ളൂ, പലതിനെയും ഇല്ലാതാക്കും. എന്ത് കൊണ്ടുപോകും? ധനനഷ്ടം ഉണ്ടാക്കും, മനപ്രയാസം ഉണ്ടാക്കും, കാര്യതടസ്സം വരുത്തും, ശാരീരിക ബുദ്ധിമുട്ട് വരുത്തും, അതുപോലെ ബന്ധുമിത്രാദികളെ അതൃപ്തി ഉണ്ടാക്കും. ഇങ്ങനെ പലതരത്തിൽ വിഷമിപ്പിക്കാനുള്ള ശക്തി ശനിക്കുണ്ട്. അത്ര ശക്തിയുള്ള ഗ്രഹമാണ് ശനി. ഏത് ദശ നമുക്ക് നടന്നാലും ഏത് ദശയിലും ശനി കയറി വരും. ശനി കയറി വരുമ്പോൾ എന്തു ചെയ്യും? ശനിക്ക് ഇൻഡിപെൻഡൻ്റ് അധികാരമുള്ളവനാണ്.
സ്വതന്ത്രാധികാരമുള്ള ഗ്രഹമായതുകൊണ്ട് ഈ ശനി കണ്ടകശനി രൂപത്തിലോ ഏഴര ശനി രൂപത്തിലോ ഒക്കെ വരുമ്പോൾ ഈ മറ്റ് ഗ്രഹങ്ങൾ മാറിക്കൊടുക്കും, ശനിയെ തടയാൻ പോകത്തില്ല. അതുകൊണ്ട് ആണ് കണ്ടകശനി വരുന്ന വിവരം നിങ്ങളെ നേരത്തെ അറിയിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ 6-7 മാസക്കാലം 5-6 മാസക്കാലം ഉണ്ട്, ഇതിന് സമയത്തിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു കൊള്ളുക. അല്ലെങ്കിൽ ഈ കണ്ടകശനി വന്നാൽ ആരംഭ 6 മാസക്കാലം വളരെ ദോഷപ്രദമാണ്. 2.5 വർഷം ഉള്ളതിൽ ആദ്യത്തെ 6 മാസക്കാലം വളരെ ദോഷപ്രദമായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച്, 2.5 വർഷക്കാലവും നല്ലതല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ കാര്യങ്ങൾ ചെയ്തു പോവുക. അഡ്വാൻസ് ആയിട്ട് തന്നെ ശനിക്കൊരു പ്രത്യേകതയുള്ളത്, ശനി വരുന്നതിന് മുമ്പേ തന്നെ ശനിയുടെ നെഗറ്റീവ് എനർജി ബാധിച്ചു തുടങ്ങും. ഒരു ഗ്രഹം വരിക എന്ന് പറഞ്ഞാൽ ഗ്രഹത്തിൻ്റെ പ്രകാശം ആ രാശിയിലേക്ക് പതിക്കുന്നു എന്നാണ്. അപ്പോൾ ഗ്രഹത്തിൻ്റെ പ്രകാശം പതിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി. ഒരു വണ്ടി തിരിഞ്ഞ് മറ്റൊരു റോഡിലേക്ക് തിരിയുമ്പോൾ തന്നെ ആ റോഡിൽ കുറേ ദൂരത്തിൽ അതിൻ്റെ പ്രകാശം അടിക്കും. ആ വണ്ടി വന്നില്ല, ആ റോഡിലേക്ക് തിരിയണതേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ പ്രകാശം അടിക്കും. അതുപോലെയാണ് ഒരു ഗ്രഹം നമ്മളിലേക്ക് വരുമ്പോൾ ആ രാശിയിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ നെഗറ്റീവ് എനർജി റേഡിയേഷൻ ബാധിച്ചു തുടങ്ങും, അതിൻ്റെ പ്രകാശം അടിച്ചു തുടങ്ങും. അതിനെ ഉൾക്കൊണ്ട് പോകാനായിട്ട്, അതിൻ്റെ ദോഷം ബാധിക്കാതിരിക്കാനായിട്ട് അഡ്വാൻസ് ആയിട്ട് തന്നെ നിങ്ങൾ ശനിക്ക് പൂജ ചെയ്തു തുടങ്ങണം. ഒരു രോഗം വന്നിട്ടല്ല ചികിത്സ ചെയ്യേണ്ടത്, രോഗം വരാതെ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചികിത്സ എന്ന് പറയുന്നത് രോഗം വന്നതിന് ശേഷം. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ശനിയെ പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ ശനിയുടെ ദോഷം അധികമായി ബാധിക്കാതെ പോകും. അതിനുവേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക, ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കുക. വ്രതം എന്ന് പറയുമ്പോൾ പ്രധാനമായി മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക. ശവ കറി കഴിക്കാതിരുന്നാൽ തന്നെ കുറേ നെഗറ്റീവ് നമ്മളെ ബോഡിയിൽ കുറയും. അതിനൊപ്പം തന്നെ നമ്മൾ ഈശ്വരാധീനം, അവരവർ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുക. ഒരു ശനീശ്വര യന്ത്രം ഭാവത്തെ ബാധിക്കാനിടയുള്ളത് കൊണ്ട് തൊഴിൽ തടസ്സമൊന്നും വരാതിരിക്കാനും സാമ്പത്തിക പുരോഗതി വരാനുമായിട്ട് ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷയും കെട്ടിക്കൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കുക. ദോഷത്തിൻ്റെ അളവ് നമുക്കൊരു 50% പരിഹരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ എല്ലാ മിഥുന രാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.